പാലക്കാട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ പകുതി സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നിരിക്കുന്നു. ബാക്കി സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടം സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ പോകുന്നു. ഇങ്ങനെ കുറച്ച് വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട്. സത്യമാണെന്ന് അറിയത്തില്ല. പക്ഷെ സത്യമാണെന്നുണ്ടെങ്കിൽ രാഹുലിനെ എടുത്ത് പുറത്ത് കളയാൻ കാണിച്ച ആളുകൾക്കുള്ളൊരു തിരിച്ചടി തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. അപ്പോൾ രാഹുലിനെ തിരിച്ചു വരുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, രാഹുൽ പാലക്കാട് മത്സരിക്കണം, സ്വതന്ത്രനായിട്ട് മത്സരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ കേസ് സുധാകരനുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിവിടെ ഒരു പോസ്റ്റ് വയ്ക്കാം. നിങ്ങളുടെ പിന്തുണ സുധാകരനോ അതോ സതീശനോ വി ഡി സതീശനോ ആർക്കാണ് നിങ്ങൾ പിന്തുണ കൊടുക്കുന്നത്? എൻ്റെ പിന്തുണ സുധാകരന് തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. നമുക്കറിയാം സുധാകരനെ ഒതുക്കാനെ കൊണ്ട് വി ഡി സതീശൻ കളിച്ച കളി തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. ഇപ്പം സുധാകരൻ കണ്ണൂർ മത്സരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതുവരെയും കോൺഗ്രസ് ഈ പ്രസ്ഥാനത്തിൽ നിന്ന് ഇപ്പം ബാക്കി ലിസ്റ്റുകളൊക്കെ വരാൻ കിടപ്പുണ്ടല്ലോ. അപ്പം ഇതുവരെയും ഒരു കൺഫേം ആയിട്ടുള്ളൊരു ഇത് കിട്ടിയിട്ടില്ല. ഇവരൊക്കെ പറയുന്നത് ഇപ്പം വരും, 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വരും, 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വരും, വിസ്മയം സൃഷ്ടിക്കാൻ പോകുന്നതൊക്കെയാണ് വി ഡി സതീശൻ പറയുന്നത്. ഇപ്പം ഇതൊക്കെയാണ് തോന്നുന്നു വിസ്മയങ്ങൾ. ഇപ്പം കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ അടിയോടടിയാണ്. അവിടെ ഇവിടെയൊക്കെ ഭയങ്കര അടിയൊക്കെ പൊട്ടലും ചീറ്റിലൊക്കെ നടക്കുവാണ്. ഇപ്പോൾ പാലക്കാടൊക്കെ ആണെങ്കിൽ രമേശ് പിഷാരടി നിർത്തിയതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം പലരും ചേരിയിരിഞ്ഞൊക്കെ പോയിട്ടുണ്ട്. അപ്പം രാഹുലിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നവർ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരെ. ഇനി രാഹുൽ മാങ്കൂട്ടം പാലക്കാട് സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്നു എന്നുള്ളൊരു വാർത്ത ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇങ്ങനെ കേൾക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഇവിടെ ഒരു വാർത്ത ഞാൻ വെച്ച് വരാം. അതുപോലെ രാഹുലുമായിട്ട് ബന്ധപ്പെട്ട് രാഹുലിൻ്റെ സുഹൃത്തുക്കളൊക്കെ ഇതുപോലെ പറയുന്നുണ്ട്, രാഹുൽ മത്സരിക്കാൻ ചാൻസ് ഉണ്ട്, അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പം കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണെന്നൊക്കെ അറിയാൻ സാധിക്കുന്നുണ്ട്. മത്സരിക്കുമെങ്കിൽ രാഹുലിനെ പുറത്താക്കാൻ കാണിച്ച ആളുകൾക്ക് കിട്ടുന്നൊരു തിരിച്ചടി തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷെ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ രാഹുൽ ഉറപ്പായിട്ടും സ്വതന്ത്രമായിട്ട് മത്സരിക്കണം. കാരണം സ്വന്തം പ്രസ്ഥാനത്തിന് വേണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ആ പ്രസ്ഥാനത്തിന് ഇങ്ങനെ താങ്ങി പിടിച്ചുകൊണ്ട് കിടക്കുന്നത്? ഒരു ലൈഫേ ഉള്ളൂ. അത് നിങ്ങൾ ഏത് മേഖലയിലാണോ നിങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ആ മേഖല കയ്യിലടക്കാൻ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അപ്പം ആ മേഖല നിങ്ങൾ പിടിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇനിയും സ്വതന്ത്രമായിട്ട് കയറി നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ, ഇനി നിങ്ങൾക്ക് ഉയരങ്ങളിലേക്ക് കയറി വരാം. പക്ഷേ ഈ ഒരു പ്രസ്ഥാനത്തിന് നിങ്ങൾ നെഞ്ചിലേറ്റിക്കോ. പ്രസ്ഥാനത്തിലിരിക്കുന്ന വ്യക്തികൾ എന്തിനാണ് അവരെയൊക്കെ നിങ്ങൾ നെഞ്ചിലേറ്റുന്നത്? അവർക്ക് വേണ്ടെങ്കിൽ അവർക്കില്ലാത്തൊരു എന്തിനാണ് നിങ്ങൾ കാണിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ ഒരു പ്രസ്ഥാനത്തെ ആരും കുറ്റം പറയുന്നില്ല. പ്രസ്ഥാനം നല്ല പ്രസ്ഥാനമാണ്. പക്ഷേ ഈ പ്രസ്ഥാനത്തിലിരിക്കുന്ന കസേരമോഹികളായിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരാണ് പ്രശ്നക്കാർ. ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പം നിങ്ങളുടെ ഫ്യൂച്ചർ നശിപ്പിച്ച് കളയാമെന്നുണ്ടെങ്കിൽ നാളെ ഒരു കാരണവശാലും ഒരിക്കലും നിങ്ങൾക്ക് തിരിച്ചു വരാൻ സാധിക്കത്തില്ല. സീറ്റ് കിട്ടാനും പോകുന്നില്ല. അത് നിങ്ങൾ ഓർത്തു. അപ്പോൾ എന്തായാലും നിങ്ങൾ സ്വതന്ത്രമായിട്ട് മത്സരിക്കണം. പാലക്കാട് തന്നെ മത്സരിക്കണം. ഈ പറഞ്ഞിട്ടുള്ള നിങ്ങളെ അടിച്ച് പുറത്ത് ചാടിച്ചല്ലോ, ഒരു കരിയില വലിച്ചെറിയുന്ന പോലെ ഒരു കറിവേപ്പിലയുടെ ഗൗരവത്തോടെ നിങ്ങളെ എടുത്ത് പുറത്ത് കളഞ്ഞല്ലോ. നിങ്ങൾ ആ പാർട്ടിക്ക് കൊടുത്ത ഇത്രയും നാളും നിങ്ങൾ ആ പാർട്ടിക്ക് കൊടുത്തൊരു ഇതുണ്ടല്ലോ, ഒരു സംഭാവന എന്നൊക്കെ പറയാം. എന്തോരോ കാര്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടം ഇത്തരം പോലുള്ള ആളുകളും അതുപോലെ സുധാകരനെ പോലുള്ള ആളുകളൊക്കെ പാർട്ടിക്ക് വേണ്ടിയിട്ട് തൻ്റെ കുടുംബം വരെ മാറ്റിവെച്ചെന്ന് പറയുമല്ലോ, അതുപോലെ കുടുംബം വരെ മാറ്റിവെച്ച് സ്വന്തം പ്രസ്ഥാനത്തിന് വേണ്ടി ഇറങ്ങി വെയിലും മഴയെല്ലാം കൊണ്ട് പോലീസിൻ്റെ അടിയും ലാത്തി അടിയും എല്ലാം ഓരോ ഈ പറഞ്ഞിട്ടുള്ള സമരങ്ങളിലെല്ലാം മുന്നിൽ നിന്ന് നയിച്ചിട്ടുള്ള വ്യക്തികളെന്ന നിലയ്ക്ക് ഇവരെയൊക്കെ ഒരു പരിഗണന കൊടുക്കേണ്ടതല്ലേ? അവരെയൊക്കെ ഇപ്പം എന്താണ് ഇങ്ങനെ മാറ്റിക്കളഞ്ഞതിൻ്റെ ഉദ്ദേശമെന്ന് നമുക്ക് അറിയാൻ കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇതൊക്കെ ഓരോ വ്യക്തികളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. അതിനകത്തല്ലാതെ യാതൊരു സംശയമില്ല. അപ്പോൾ എന്തായാലും ഞാനിവിടെ ആ ഒരു വാർത്ത, രാഹുൽ മാങ്കൂട്ടം സ്വതന്ത്രനായിട്ട് നിൽക്കാൻ പോകുന്നു എന്നൊരു വാർത്ത ഞാൻ ഇവിടെ കൊടുക്കാം. നിങ്ങളൊന്ന് കണ്ടുപോയി. പാലക്കാട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ പകുതി സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നിരിക്കുന്നു. ബാക്കി സ്ഥാനാർത്ഥി പട്ടിക ഉടൻ പ്രഖ്യാപിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞിരിക്കുകയാണ്. സുധാകരൻ അടക്കമുള്ള നേതാക്കളുടെ സ്ഥാനാർത്ഥി മോഹം ചർച്ചകൾക്ക് തടസ്സമുണ്ടാക്കിയിരിക്കുന്നു. അടുത്ത ലിസ്റ്റ് പുറത്തു വരുമ്പോൾ തന്റെ പേരില്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിന് തിരിച്ചടി നൽകാൻ പാർട്ടി പുറത്താക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുങ്ങുന്ന വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിനകത്ത് ഏറ്റവും ശക്തനായ യുവ നേതാവായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് സതീശന്റെ പിടിവാശിയിലാണ് എല്ലാം തകർന്ന് ഒന്നുമില്ലാത്ത അവസ്ഥയിലെത്തിയത്.
ഒന്നിലധികം യുവതികൾ നൽകിയ പീഡന പരാതിയുടെ പേരിലാണ് രാഹുൽ ജയിലിലാകുന്നത്. എന്നാൽ പാലക്കാട് വോട്ടർമാരും വിശേഷിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിലിനെ താല്പര്യപൂർവ്വം കാണുന്നു എന്നതാണ് മറ്റൊരു സവിശേഷത. ആദ്യഘട്ട സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ പാലക്കാട് ജില്ലയിലെ എല്ലാ യൂത്ത് കോൺഗ്രസ് നേതാക്കളെയും നേതൃത്വം തഴയുകയാണ് ചെയ്തത്. ഇതിന്റെ പേരിൽ പാലക്കാട് ജില്ലയിലെ യൂത്ത് നേതാക്കൾ വലിയ പ്രതിഷേധത്തിലായിരുന്നു. നേതാക്കളോടുള്ള അമർഷം തീർക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കുവാനും അതിനായി പ്രവർത്തിക്കുവാനും ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തീരുമാനിച്ചതായുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് സ്ഥാനാർത്ഥികളാകുന്നവർ നോമിനേഷൻ സമർപ്പിക്കേണ്ട അവസാന തീയതി അടുത്ത തിങ്കളാഴ്ചയാണ്. ആ ദിവസം പാലക്കാട് എത്തി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നോമിനേഷൻ സമർപ്പിക്കുന്നതിനുള്ള കാര്യങ്ങൾ മാങ്കൂട്ടത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായി രാഹുലിന്റെ സുഹൃത്തുക്കൾ തന്നെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. പാലക്കാട് മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് സിനിമാ നടനായ രമേശ് പിഷാരടിയെയാണ്. പ്രതിപക്ഷ നേതാവ് സതീഷിനാണ് ഈ നീക്കം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിഷാരടിയെ തോൽപ്പിക്കുവാനും മാങ്കൂട്ടത്തിലിനെ വിജയിപ്പിക്കുവാനും യൂത്ത് കോൺഗ്രസുകാരും മണ്ഡലത്തിലെ നല്ലൊരു പങ്ക് പ്രവർത്തകരും ഇപ്പോൾ തന്നെ തയ്യാറെടുത്തിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്ഥാനാർത്ഥിയാക്കി ചെറിയ ഭൂരിപക്ഷത്തിനെങ്കിലും വിജയിപ്പിച്ച് VD സതീഷിനും നേതാക്കൾക്കും തിരിച്ചടി നൽകുക എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനൊപ്പമുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ കണക്കുകൂട്ടൽ. നന്ദി, നമസ്കാരം. കണ്ടല്ലോ, ഇത് എത്രത്തോളം സത്യമുണ്ടെന്ന് അറിയത്തില്ല. പക്ഷേ സത്യമാണെന്നുണ്ടെങ്കിൽ രാഹുൽ ഇനി ഒന്നും നോക്കാൻ ഒന്നും പുള്ളിക്ക് നോക്കേണ്ട കാര്യമില്ല. കാരണം സ്വതന്ത്രമായിട്ട് നിൽക്കുവാണെങ്കിൽ ഇപ്പോഴുള്ള പിന്തുണയെക്കാളും ഇരട്ടി പിന്തുണയിലൂടെ ആയിരിക്കും പുള്ളി ജയിച്ചു വരുന്നത്. അതിനകത്ത് യാതൊരു സംശയമില്ല. ഭൂരിപക്ഷത്തോടുകൂടി പുള്ളി ജയിക്കും, അതിനകത്ത് യാതൊരു സംശയമില്ല. അതിന് രാഹുലാണ് ചിന്തിക്കേണ്ടത്, രാഹുലാണ് അതൊക്കെ. ഈ ഒരു തിരിച്ചുവരവ് രാഹുലിനേക്കാളും ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്ന കേരളത്തിലെ ജനങ്ങളുണ്ട് അല്ലേ? രാഹുലിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് അമ്മമാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടെങ്കിലും തിരിച്ചു വരാൻ ശ്രമിക്കുക, തിരിച്ചു വരാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക. ഈ വാർത്തയിൽ പറയുന്നുള്ള രാഹുൽ തിരിച്ചു വരുവാണെന്നുണ്ടെങ്കിൽ അത് കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഭയങ്കര ഒരു മാറ്റം തന്നെ സംഭവിക്കും അല്ലേ? രാഹുലിനെ പോലെയുള്ള ആളുകളാണ് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആർക്കാണോ തെറ്റ് പറ്റാതിരിക്കുന്നത്, ഈ പറ്റാതായിട്ടുള്ളത്? ഈ രാഷ്ട്രീയത്തിലൊക്കെ നിൽക്കുന്ന ആളുകൾ 100% ആരാണ് ഇവിടെ ശരിയായിട്ടുള്ളത്? 100% ഈ പറഞ്ഞിട്ടുള്ള നന്മ ഉള്ള മനുഷ്യർ ആരാണ് ഈ രാഷ്ട്രീയത്തിലുള്ള? എല്ലാവരും അവരവരുടെ നേട്ടത്തിന് വേണ്ടിയിട്ടും അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലെല്ലാം പല പ്രശ്നങ്ങളിൽ ചെന്ന് ചാടിയിട്ടുള്ള ആളുകളാണ്, തെറ്റുകൾ ചെയ്തിട്ടുള്ള ആളുകളാണ്. പല തെറ്റുകളും പല രീതിയിലുള്ള ക്രൂരതകൾ ചെയ്തിട്ടുള്ള ആളുകൾ ഇന്ന് ഈ പ്രസ്ഥാനത്തിൽ ഭരണപക്ഷത്താലും പ്രതിപക്ഷത്താലും എല്ലായിടത്തും ഉണ്ട് അല്ലേ? അപ്പോൾ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത്ര വലിയ തെറ്റൊന്നും അല്ലല്ലോ രാഹുൽ ചെയ്തിട്ടുള്ളത്. ആ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഒരു അവസരം കൊടുക്കുക, അതാണ് വേണ്ടത്. ഒരവസരം, കെ സുധാകരൻ പറഞ്ഞ പോലെ ഒരു അവസരം കൊടുക്കുക, അയാളുടെ രാഷ്ട്രീയം നശിപ്പിക്കാതിരിക്കുക, അതാണ് വേണ്ടുന്നത് അല്ലേ? അപ്പോൾ രാഹുലിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു സന്തോഷം, ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നൊരു വാർത്തയാണ്. എനിക്കിത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്, രാഹുൽ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. കാരണം കഴിഞ്ഞ ദിവസം രമേശ് പിഷാരടി പാലക്കാട് ആ ഒരു ഫസ്റ്റ് ഈ പറഞ്ഞിട്ടുള്ള ഒരു പ്രകടനം ഉണ്ടല്ലോ, പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് രാഹുലിനെയാണ് എനിക്ക് ഓർമ്മ വന്നത്. ഒന്ന് ആലോചിച്ച് ആ വ്യക്തി ഇതൊക്കെ കണ്ടുകൊണ്ട് എത്രത്തോളം മനസ്സ് വിഷമിച്ചിട്ടുണ്ടായിരിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ എന്തായാലും രാഹുലിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം, രാഹുലിനെ ഇഷ്ടപ്പെടുന്ന ആളുകളെല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ വീഡിയോ ലൈക്ക് കൂടെ ചെയ്യണേ. ഇനി ഞാൻ ഇവിടെ കെ സുധാകരനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വാർത്ത, കെ സുധാകരനോട് കാണിക്കുന്നതും അനീതി തന്നെയാണ്. അനീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേയറ്റത്തെ. കാരണം ഈ ഒരു കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കണ്ണൂർ നിന്നിട്ട് ഈ ഒരു കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഉയർത്തിക്കൊണ്ടുവന്നൊരു വ്യക്തിയാണ്. ആ ഒരു വ്യക്തിക്ക് ഒരു അവസരം കൊടുക്കുന്നതിൽ എന്താണ് ഈ പ്രസ്ഥാനത്തിൽ ഇത്ര വിയോജിപ്പ്? അപ്പം ഇതൊരു വ്യക്തിയോ ഒന്നോ രണ്ടോ വ്യക്തികളുടെ എതിർപ്പ് മാത്രമാണ്. ആ വ്യക്തികളുടെ അജണ്ട മൂലമാണ് ഈ പറഞ്ഞിട്ടുള്ള കെ സുധാകരനെ കണ്ണൂർ നിർത്തത്തില്ല എന്നുള്ളൊരു വാശി. ഇപ്പോൾ കണ്ണൂർ കെ സുധാകരൻ മത്സരിക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ കണ്ണൂർ ഈ കെ സുധാകരനെ പിന്തുണയ്ക്കുന്ന പ്രവർത്തകരായിക്കോട്ടെ അവിടെ പടക്കം പൊട്ടിച്ച് ആഘോഷമായിരുന്നു. അപ്പോൾ നോക്കണം എത്ര ആളുകളാണ് കെ സുധാകരൻ ഇപ്പോഴും മത്സരിക്കണം, കെ സുധാകരൻ ഇപ്പോഴും കെ സുധാകരൻ നിന്നാലേ കണ്ണൂർ തിരിച്ചു പിടിക്കാൻ സാധിക്കൂ. കണ്ണൂർ തിരിച്ചു പിടിക്കുന്നത് കേരളത്തിലെ UDF ജയിക്കുന്നതിന് തുല്യമാണെന്നാണ് പറയുന്നത് അല്ലേ? കണ്ണൂർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം CPMൻ്റെ കോട്ടയാണ്. ആ കോട്ടകയിൽ നിന്നിട്ട് ഒരു കോൺഗ്രസ് പ്രസ്ഥാനം ഉയർത്തിക്കൊണ്ട് വരണമെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള കെ സുധാകരൻ ചില്ലറക്കാരനല്ല എന്ന് നമുക്ക് അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അല്ലേ? എന്തായാലും ആ ഒരു വാർത്ത കൂടെ ഞാൻ ഇവിടെ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കേ. കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രതിസന്ധി ഒഴിവാക്കാൻ AK ആന്റണി ഉൾപ്പെടെ ഇടപെട്ടതിന്റെ ഫലമായാണ് സുധാകരൻ മത്സരിക്കാൻ കളമൊരുങ്ങുന്നത്. രമേശ് ചെന്നിത്തലയും അനുനയത്തിനായി ഇടപെട്ടു. നേരത്തെ സീറ്റിലെന്ന ഹൈക്കമാൻഡ് തീരുമാനം വഞ്ചനയും അപമാനിക്കലുമെന്നാരോപിച്ച സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കാൻ നീക്കം നടത്തിയിരുന്നു. പ്രവർത്തക സമിതിയിൽ നിന്ന് രാജിവെക്കുന്ന കാര്യവും സുധാകരൻ ആലോചിച്ചു എന്നാണ് വിവരം. കെ സുധാകരന് സീറ്റ് ലഭിച്ചതിനെ തുടർന്ന് കണ്ണൂർ DCCക്ക് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ പടക്കം പൊട്ടിച്ച് ആഹ്ലാദ പ്രകടനം നടത്തി.
കണ്ണൂരിനെ സംബന്ധിച്ചിട്ട് മാത്രമല്ല കേരളത്തിലെ സംബന്ധിച്ചിട്ട് കോൺഗ്രസിന്റെ ആവേശമാണ് കെ സുധാകരൻ. കണ്ണൂരിൽ മത്സരിക്കുന്നത് കണ്ണൂരിലെ കെ സുധാകരന്റെ വിജയം മാത്രമല്ല, മറിച്ച് കണ്ണൂർ ജില്ലയിലും സമീപ മലബാർ ഏരിയകളിലൊക്കെ കോൺഗ്രസിന്റെ UDFന്റെ വിജയത്തിന് നിർണായക ശക്തിയാണ് കെ സുധാകരൻ എന്ന് പറയുന്നത്. ആരും ആഹ്വാനം ചെയ്യേണ്ട, ആരും പറയണ്ട, എല്ലാ ആളുകളും സ്വമേധയാ കെ സുധാകരനെ സ്വീകരിക്കാൻ വേണ്ടി ഈ ആളുകളിൽ എത്തിയത് കെ സുധാകരൻ പറഞ്ഞിട്ടില്ല. ആരും പറഞ്ഞിട്ടില്ല. ആൾക്കാർ പ്രവർത്തകന്മാർ ഇന്നലെ മിഞ്ഞാനെ ഇവിടെ ഉറങ്ങാൻ നിൽക്കുകയും ഈ എന്താ ഇവിടെ നടക്കുമെന്ന് നോക്കിയിട്ട് എല്ലാവരും ഈ DCC ചുറ്റും ഇങ്ങനെ ഉണ്ട്. അല്ല ഈ ഇപ്പോൾ ആളെ കണ്ട എല്ലാവരും കൂടി വരുന്നത്. ഇന്നിപ്പോൾ 2 തവണയായി ഈ കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിനെതിരെ വലിയൊരു തോതിൽ UDF വീണ്ടും തിരിച്ചു വരണമെങ്കിൽ ഈ കണ്ണൂർ നിയോജക മണ്ഡലം തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. 2 തവണയായി നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കണ്ണൂർ നിയോജക മണ്ഡലം. അത് തിരിച്ചു പിടിക്കണമെങ്കിൽ പ്രവർത്തകരുടെയും അതുപോലെ തന്നെ പാർട്ടിയുടെയും ഒറ്റ വികാരം കെ സുധാകരൻ MP മത്സരിക്കണം. കണ്ണൂർ ഉണർന്നു കഴിഞ്ഞു, കേരളം ഉണർന്നു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതുപോലത്തെ ഒരു സാഹചര്യം കേരളത്തിൽ പ്രതികൂലമായി നമുക്ക് ബാധിക്കാതിരിക്കണമെങ്കിൽ തീർച്ചയായും കെ സുധാകരനെ പോലുള്ള സമുന്നതനായ നേതാവിൻ്റെ സ്ഥാനാർത്ഥിത്വം വളരെ അത്യാവശ്യമായി മാറിയത്. കണ്ടല്ലോ. കാരണം കെ സുധാകരൻ മത്സരിക്കുന്നെന്ന് പറയുന്നുണ്ട്, മത്സരിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ പ്രതിപക്ഷ നേതാവിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിന് ഇതൊന്നും അറിയത്തില്ല. പ്രതിപക്ഷ നേതാവിന് അറിയത്തില്ല കെ സുധാകരൻ മത്സരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ. പിന്നെ ഞാൻ ഇതുപോലെ ഏഷ്യനെറ്റിനകത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എന്താ പറഞ്ഞേ, കെ സുധാകരനെ മത്സരിപ്പിക്കാതെ കെ സുധാകരനെ ഒതുക്കാൻ ശ്രമിക്കുന്നത് VD സതീശനാണെന്ന്. എന്താണ് തെറ്റ്? കറക്റ്റ് കാര്യം തന്നെയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. VD സതീശൻ തന്നെയാണ് കെ സുധാകരനെ ഒതുക്കാൻ ശ്രമിക്കുന്നത് അല്ലേ. VD സതീശന് നല്ല പേടിയുണ്ട്. കെ സുധാകരൻ കയറി വന്നു കഴിഞ്ഞാൽ തൻ്റെ മുഖ്യമന്ത്രി കസേരയ്ക്കുള്ളൊരു വാതിൽ അവിടെ അടയുമെന്നുള്ളൊരു നല്ലൊരു പേടി VD സതീശനുണ്ട്. നമുക്കറിയാം. പിന്നെ നമുക്ക് ഒന്നും വേണ്ട, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് ചിന്തിച്ച് നോക്കിയാൽ മതി. പുള്ളിയെ കോടതി വരെ ഇപ്പം ജാമ്യം കൊടുത്ത് പുള്ളിയെ നിരപരാധിയാണെന്ന് പറഞ്ഞ് വെളിയിൽ വിട്ടു. പിന്നെ എന്തുകൊണ്ട് ഈ ഒരു പ്രസ്ഥാനം തിരിച്ചെടുക്കുന്നില്ല? പോട്ടെ, നിങ്ങൾ പാലക്കാട് ഒന്നും സീറ്റ് കൊടുക്കണ്ട, പക്ഷെ പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചെടുക്കുന്നില്ല. നിങ്ങൾക്ക് എന്താണ് ഇത്ര വിയോജിപ്പ്? ഇവിടെ ഭരണപക്ഷത്ത് നോക്കി ഗണേഷ് കുമാറിൻ്റെ ആരോപണം വന്ന സമയത്ത് സ്വന്തം ഭാര്യ വരെ ഇത്രയും വലിയൊരു പരാതിയുമായിട്ട് വന്നിട്ട് പോലും ആ ഒരു പ്രസ്ഥാനം ഈ ഗണേഷ് കുമാറിനെ പുറത്താക്കിയോ? ഇല്ല. ഇലക്ഷൻ്റെ സമയമാണ്, എന്നിട്ട് പോലും പുറത്താക്കിയില്ല അല്ലേ. ഗണേഷ് കുമാർ രാജിവെച്ചോ? ഇല്ല. അപ്പം എന്തായാലും അത്രയും വലിയൊരു ഗുരുതര കുറ്റമൊന്നും രാഹുൽ മാങ്കൂട്ടം ചെയ്തിട്ടില്ല. അപ്പം രാഹുലിനെ കൊണ്ടുള്ള കേസേ ഉള്ളൂ. പക്ഷെ എന്തുകൊണ്ട് എടുക്കുന്നില്ല? രാഹുലിനെ എടുക്കരുത് എന്നുള്ളൊരു അജണ്ടയാണ് ഇതിൻ്റെ പുറകിലൊക്കെ നടക്കുന്നത്. രാഹുലിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. രാഹുൽ കയറി വന്നു കഴിഞ്ഞാൽ അത് എന്നെ ബാധിക്കും, എൻ്റെ കസേരയെ ബാധിക്കും എന്നൊക്കെ പല ആളുകളും പേടിക്കുന്നുണ്ട്. രാഹുലിൻ്റെ ഈ പറഞ്ഞിട്ടുള്ള ജനപിന്തുണ ഓരോ ദിവസം കഴിയുന്നതോറും കൂടി വന്നു കഴിഞ്ഞാൽ എനിക്കുള്ള ജനപിന്തുണ കുറയും എന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ടല്ലോ. അതാണ് ഇതിനകത്ത്, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ എന്തായാലും നിങ്ങളെയൊക്കെ അഭിപ്രായം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അടുത്ത വീഡിയോയുടെ പിന്നാലെ